മാഡം, ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഇത് വഖഫ് അല്ലെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വഖഫ് മന്ത്രിയും പറയുന്നുണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന തന്നെയില്ലേ? ആദ്യം നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു നിയമ ഭേദഗതി ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷേ അതല്ലല്ലോ ഇപ്പൊ ഇവരുടെ വിഷയം എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇവരുടെ ഭൂമിക്ക് റവന്യൂ അധികാരമില്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ അവർ ദുരിതം അനുഭവിക്കുകയാണ്. അപ്പൊ നമുക്ക് വഖഫിനോട് പറയാനുള്ളത്, വഖഫിന് ധാരാളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടികൾ നിലനിൽക്കുന്ന നാട്ടിൽ മറ്റുള്ളവര് പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഭൂമിയിൽ അധികാരം സ്ഥാപിക്കാൻ ആ നിയമ ഭേദഗതി അങ്ങനെയാണ്. വഖഫ് ഇങ്ങനെ ചെയർമാൻ നോക്കിയിട്ട് ആ ഭൂമിയിൽ ഞങ്ങൾക്ക് വഖഫ് അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ കേസ് നടത്തണമെങ്കിൽ വഖഫിന്റെ നമ്മുടെ സാധാരണ കോടതിയിലേക്ക് പോകാൻ പറ്റില്ല, വഖഫ് കോടതിയിലേക്കാണ് പോകേണ്ടത്. അപ്പം വഖഫ് കോടതിയിലേക്ക് പോയിട്ട് കേസ് നടത്തിയല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? ഇതൊരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ ഹിന്ദുവും എല്ലാവരും ഒരുമിച്ച് ഇരുന്നു കൊണ്ട് അടിയന്തരമായിട്ട് സമവായത്തോടുകൂടി ഈ പ്രശ്നത്തെ പരിഹരിക്കാം എന്ന് ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളുടെ വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇവരെ ഇവിടെ നിന്ന് സമരപ്പന്തലിൽ എണീപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ്. അത് സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിൽ എല്ലാ കക്ഷി രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സർവാത്മന അതിന് പിന്തുണ കൊടുക്കും. ആവശ്യം ഒന്നേ ഉള്ളൂ, ഇവരാവശ്യപ്പെട്ടതുപോലെ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള സംവിധാനം, അത് ഇവർക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷയും ഇവർക്കുണ്ടാകണം. അതിന് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സമരം. ആ സമരത്തിന് സർവാത്മന പിന്തുണ അത് അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്, എന്റെ പ്രസ്ഥാനം എത്തിയിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം ആദ്യമേ വഖഫ് നിയമത്തിനെതിരായിട്ട് വന്നായിരുന്നു. പിന്നീട് ആ നിയമത്തെക്കുറിച്ച് പാർലമെന്റിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് മാഡത്തിന് എന്താ പറയാനുള്ളത്? ഇതിനകത്ത് രാഷ്ട്രീയം മാറ്റിവെക്കുന്നതാണ് നല്ലത്. ആർക്ക് നല്ലത്? ഞങ്ങളൊക്കെ കേരള നിയമസഭയുടെ പുറത്തുള്ള ആളുകളാണ്. വരാൻ പോകുന്ന നാളുകളിൽ കേരള നിയമസഭയ്ക്കകത്തേക്ക് ആരൊക്കെ പോകണം എന്ന് തീരുമാനിക്കുന്നതും കേരളത്തിന്റെ പൗരാവലിയാണ്. അപ്പൊ അവരെ ചതിച്ചാൽ, അവരെ അധികാരത്തിൽ എത്തിച്ചതിനു ശേഷം അവരുടെ ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നാൽ, കാപട്യം പ്രചരിപ്പിച്ചാൽ, അവരുടെ രൂക്ഷമായിട്ടുള്ള ചോദ്യങ്ങൾക്കും അവരുടെ ഏറ്റവും വലിയ അധികാരമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശമുണ്ടല്ലോ അത് നഷ്ടപ്പെടുത്തി കളയണ്ട എന്നാണ് എനിക്ക് കോൺഗ്രസുകാരനോടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോടും പറയാനുള്ളത്. ചതിക്കരുത്. നിങ്ങൾ സത്യസന്ധമായി ഇടപെടുക, നിങ്ങൾ സത്യസന്ധമായി പെരുമാറുക. MLA-യുടെ ഡ്യൂട്ടി MLA ചെയ്യുക, MP-യുടെ ഡ്യൂട്ടി MP ചെയ്യുക. മന്ത്രിയുടെയും കേന്ദ്രമന്ത്രിയുടെ പണി അത് ഞങ്ങൾ എടുത്തോളാം. കാരണം ഞങ്ങൾ എന്തായാലും കേരളത്തിന്റെ നിയമസഭയുടെ അകത്തില്ലല്ലോ. അപ്പോൾ കേന്ദ്രത്തിന് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ അറിയിക്കും. ഞങ്ങളുടെ 2 മന്ത്രിമാരുടെയും സർവാത്മന പിന്തുണ ഈ വിഷയത്തിലുണ്ടാകും. നിയമപരമായ കാര്യങ്ങൾക്കും നല്ല പഠിച്ച വക്കീലന്മാര് അത് ഈ സമരസമിതി ഏത് നിമിഷം വിളിക്കുമ്പോഴും അവർക്ക് കാവലാളന്മാരായിട്ട് ഉണ്ടാകും എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ നിമിഷത്തെ ഉപയോഗപ്പെടുത്തുന്നത്. താങ്ക് യു.